നമുക്കിന്ന് അമ്മയുടെ ഒരു അടിപൊളി കരിമീൻ കറിയുടെ റെസിപ്പി കണ്ടാലോ? വളരെ എളുപ്പമാണ്. ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക, ഒരു 10-20 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു തക്കാളി. ആദ്യം നമുക്ക് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി ഒന്ന് മൂപ്പിക്കുക, അതിൻ്റെ ആ പച്ചമണം മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇഞ്ചി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 2 വലിയ ടീസ്പൂൺ മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ല മഷി പോലെയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാണ്ട് നോക്കണം. അതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ടത് മൂത്ത് വരുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ മിക്സി കഴുകിയിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. കണ്ടോ, ഇപ്പം നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം, നമ്മുടെ കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റാണ്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വെള്ളമായിട്ടുണ്ട്. കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മുടെ കരിമീൻ കുട്ടന്മാരാണ്. ഇവരെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഇതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കണം. തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു 3-4 ചെറിയ അല്ലി കൊടംപുളി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ നമുക്ക് നമ്മുടെ കരിമീൻ കുട്ടന്മാരെയും കൂടി ഇടാം. നന്നായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന കരിമീൻ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ മീനും ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അധികം കയ്യിൽ യൂസ് ചെയ്യില്ല, ജസ്റ്റ് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക്. നന്നായിട്ട് കറി തിളച്ചതിന് ശേഷമാണ് ഈ മീൻ കഷ്ണങ്ങൾ നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ, അതിപ്പോൾ ഈ സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മീൻ വേവുന്നതിൻ്റോട് കൂടി തന്നെ തക്കാളിയും ഉടഞ്ഞു ചേർന്നോളും. ഇപ്പോൾ തക്കാളിയും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കറി തിളപ്പിക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചാറ് നന്നായിട്ടൊന്നും കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ജസ്റ്റ് ഒരു പൊടിക്കൈയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കറിയുടെ ടേസ്റ്റ് കൂട്ടും. കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, ഒന്ന് ജസ്റ്റ് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ ആ കയ്യിൽ വെച്ചിട്ട് ചൂടാക്കിയാൽ മതി. ഇങ്ങനൊരു ചെറിയൊരു കുഴിയുള്ള കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചൂടാക്കാൻ പറ്റും. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. നമ്മുടെ എരിവും കൂടെ നോക്കിയിട്ട് വേണം ഈ മുളക് പൊടി ഈ സമയത്ത് ചേർക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കറിയിലേക്ക് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കറിയുടെ ടേസ്റ്റ് കൂടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു കുറച്ച് നേരം കൂടെ നമുക്ക് ആ ചാറൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം.
ഒന്ന് ചുറ്റിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അടിയിൽ പിടിക്കാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുറ്റിച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പാകത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, സ്വാദിഷ്ടമായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്.